എനിക്ക് റൊമാൻറ്റിക് ആയ ഒരാളുണ്ടെങ്കിൽ എല്ലാം സ്ഥലവും കമന്റ് സെക്ഷൻ അറിയുന്നു. ഞാൻ ഡിസ്നിലാൻഡിലൊക്കെ പോയാ എവിടെ എവിടെ 2-3 വയസ്സുള്ളപ്പം അന്ന് അച്ഛന്റെ കൂടെ ഞാൻ പാലായ്ക്ക് പോയിട്ട് സത്യം പറയാം, ഒരു മിനിറ്റ്, ഞാൻ സത്യം പറഞ്ഞല്ലേ ഒരു കർണന്റെ കഥ പറയും. 2-3 വയസ്സുള്ളപ്പോ ഇവന് ഒഴുകി വന്നിട്ട് ആ കഥയാണ് വെറുതെ എടാ, ഇത് തോട്ടിൽ റൈഡ് പോയ കാര്യമല്ലേ പറയുന്നത്. ദ റൈഡ് മൂവിയുടെ ഭാഗമായിട്ടൊരു റൈഡിന് തന്നെ നമ്മൾ പോവുകയാണ്. പ്രശാന്ത് മുരളിയുണ്ട്, സുദീപ് കോപ്പയുണ്ട്. ഒരു റൊമാൻറ്റിക് റൈഡിന് പോവാൻ പറ്റിയ സ്പോട്ട് ഏതാന്ന്? എനിക്ക് റൊമാൻറ്റിക് ആയ ഒരാളുണ്ടെങ്കിൽ എല്ലാം സ്ഥലവും കമന്റ് സെക്ഷൻ അറിയുന്നു. ഈ റൈഡ് പൊളിക്കും കുറച്ച് കാപ്പി കുടിക്കും. അല്ലേ? ഇതുപോലത്തെ ഒരു റൈഡ് ആട്ടോ റൈഡ് മൂവി. റൊമാൻറ്റിക് ആയിട്ട് ഒരാളാണെങ്കിൽ എല്ലാ സ്ഥലവും എനിക്ക് സൂപ്പറാണ്. ആണ് എല്ലായിടത്തും അത് കൊണ്ടുപോകും. എല്ലായിടത്തും പുതുവെള്ള കണ്ടിട്ടില്ലേ നമ്മള് റൊമാൻറ്റിക് സംസാരിച്ചോണ്ടിരിക്കുമ്പോ പോയിട്ട് വേണമെങ്കിൽ നമ്മള് വേണം മറ്റേ മുല്ലശ്ശേരി കനാലവിടെ പോയിരിക്കും അല്ലേ? അതത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ അത് നോക്കിക്കൊണ്ടിരിക്കുക നമ്മള്. എടോ, റൈഡിനാണ് എവിടെ കൊണ്ടുപോകുന്ന ചോദിച്ചു. അല്ല, അതിന്റെ വേറെ ഉദാഹരണം പറഞ്ഞ എത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? റൈഡിന് ഏത് സ്പോട്ടും ഓക്കെയാണ്. ഓക്കെ, ഏത് സ്പോട്ടും. പ്രശാന്ത്, ഇനി പ്രശാന്തിന്റെ ടേൺ. എനിക്ക് തോന്നുന്നത് റൊമാൻറ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ കുറച്ച് കടൽ തീരത്തൊക്കെ പോകണ അടിപൊളിയായിരിക്കും. അടിപൊളി ആയിരിക്കുമെന്നല്ലേ, പോയാലും പറ. നീ കപ്പൽ നിൽക്കുമ്പോ വരെയല്ലേ റൊമാൻറ്റിക് ആയിട്ട് വരിക? അല്ല, അവൻ അതാ ഉദ്ദേശിച്ചത്. അവന് ജോലി പെട്ടെന്ന് അവന് കയറി വന്നപ്പോ ആകെ കൂടെ റൊമാൻറ്റിക്കും ഈ തൊഴിലും കൂടെ മിക്സ് ആയിട്ട് ഒരു സാധനം കൂടെ വന്നു. അതാ പ്രശ്നം. സുധി, ക്ഷമിക്കണം കേട്ടോ. സോറി. കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്നാണ്. കൊല്ലത്തല്ല, ഞാൻ അവിടെ കൊണ്ട് കൊടുക്കും, പള്ളുരുച്ചി കൊണ്ട് കൊടുക്കും ഞാൻ. ഈ 2025 എന്നൊരു റൈഡിൽ ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു ഹമ്പ് ഏതായിരുന്നു? അത് പുള്ളി ഒരുപാട് ടൈം എടുക്കും. ഞാൻ പറഞ്ഞോട്ടെ, ഒരുപാട് ഓക്കെ, പ്രശാന്ത് പറയും. പ്രശാന്തിന് ഒന്നും കണ്ടുള്ളൂ തോന്നുന്നു, കുറച്ചുണ്ട്. പറയൂ പ്രശാന്ത്. സിനിമ ഇല്ലാതിരുന്നൊരു 5-6 മാസം ഉണ്ട്. അതൊരു വലിയ പമ്പായിരുന്നു. അത് ഓവർകം ചെയ്യാനായിട്ട് നല്ല പണി പെട്ടു. അതേത് മാസം? കുറച്ച് മാസങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റക്കായിട്ട് നിന്നായിരുന്നു. സുധി കണ്ടുകിട്ടിയോ? കോമഡി ഇല്ല, എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാൻ 2025 എന്ന് പറഞ്ഞാൽ കളർഫുൾ ആയിരുന്നു സുധിക്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കളർഫുൾ ആയിരുന്നു, ഫുള്ള് റെഡ് ആയിരുന്നു. അതെ, അൺഎക്സ്പെക്റ്റഡ്ലി നമ്മൾ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പിന് പോയതൊന്നുമല്ല, പക്ഷെ പോയ പോക്കില് ഒരു അഡ്വഞ്ചറായി മാറി ആ ട്രിപ്പ്. ഒരു ഫ്രണ്ട് ബൈക്ക് മേടിക്കാൻ വേണ്ടി ചെന്ന്. ഇവന് വണ്ടി ഓടിക്കാൻ അറിയില്ലായിരുന്നു, എനിക്കും അറിയില്ലല്ലോ അന്ന്. ഇവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു പോക്ക് പോയിട്ട് അവിടെ ഇരുന്ന് ചായ കുടിച്ച ആൾക്കാരൊക്കെ തെറി. എനിക്ക് ഇപ്പോഴും അങ്ങനെ പോക്ക് പോയെന്ന് പള്ളൊരുത്ത് തോമ്പടി വഴി ഒരു പോക്ക് പോയാൻ. ഇവരിങ്ങനെ വണ്ടി മറ്റേ പഴയ വിജയ് സൂപ്പർ എന്ന് പറഞ്ഞ സ്കൂട്ടറാണ്. ഇവന് പാകം പോയി. ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് ലാസ്റ്റ് ഒരു പൊന്തക്കാരിലേക്ക് ഒറ്റ പോയി. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ആക്സിഡന്റ്. പിന്നെ ഞാൻ വേറെ ഒരുത്തൻ്റെ തലയിൽ പോയി വീണ് അവൻ്റെ പല്ല് പോയിട്ട് അവന് കുറെ കാശ് കിട്ടി. അങ്ങനെ കുറെ റൈഡ് കുറെ ഒരുപാടുണ്ട്. പ്രശാന്തിന് അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഇല്ല, അങ്ങനെ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടൊന്നും. അഡ്വഞ്ചർ അല്ലേ, ഇത് അഡ്വഞ്ചർ ആണല്ലേ. അൺഎക്സ്പെക്ടഡ്ലി അഡ്വഞ്ചറസ് ആയിട്ടുണ്ടോന്നാണ്. നോ അല്ലേ? ഒറ്റയ്ക്ക് ഇപ്പൊ ബൈക്ക് ആണെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നതാണോ പില്യൺ റൈഡർ ഉള്ളതാണോ ഇഷ്ടം? ബൈക്കില് ഒരു കൂടെ ആരെങ്കിലും വേണമെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കണോ അത് ബാക്കിൽ ഇരിക്കണോ? എനിക്ക് വണ്ടി ഓടിക്കുന്ന ഇഷ്ടം. ആണോ? എനിക്ക് മറ്റുള്ളവർ വണ്ടി ഓടിക്കുമ്പോ ഉണ്ട്. അത് ഈ പുള്ളി മറ്റേ ഇതിലുണ്ടായിരുന്നു, മറ്റേ മെഡിസിൻ സപ്ലൈ ചെയ്യുന്ന എന്താ റെപ്രസെന്റേറ്റീവ്. അപ്പൊ ആ സമയത്ത് എന്തോ ഒരു ആക്സിഡന്റ് ഉണ്ടായി. പിന്നെ ഉള്ളത് തന്നെ അവൻ പറട്ടെ. ഇവിടെ സത്യത്തിൽ ഞങ്ങളെയാണ് റൈഡിന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇപ്പൊ പ്രശാന്തിന് എങ്ങനെയാണ്, പില്യൺ റൈഡറായിട്ടിരിക്കുന്നതാണോ അതോ താങ്കൾക്ക് വണ്ടി ഓടിക്കുന്നതാണോ ഇഷ്ടം? രണ്ടുപേരും ഇപ്പൊ വണ്ടി ഓടിക്കാൻ വണ്ടി പോണെങ്കിൽ ആരാ ഓടിക്കും? ഇവനെ ഓടിക്കും, ഇറങ്ങി ഓടാന്ന് പറയും. ഞാൻ ഓടിച്ചോണ്ട് പോകും. ഓക്കെ, സ്വഭാവം തല്ലി ഓടിക്കും. ഓക്കെ, മൗണ്ടനിലേക്ക് നമ്മൾ റൈഡ് ചെയ്ത് പോവാന്ന് വിചാരിക്കുക. പക്ഷെ പോകുന്ന സമയത്ത് ഒരു പെർഫെക്റ്റ് സോങ് ഏതായിരിക്കും കേൾക്കാൻ താല്പര്യമുള്ള ഒരു പാട്ട്? നീലഗിരിയുടെ വാവ്, എന്തൊരു ഒത്തൊരുമ. ഒരു കാര്യത്തിലെങ്കിലും ഒരു ഒത്തൊരുമ ഉണ്ട് കേട്ടോ. നൈസ്. അപ്പൊ ഇതാണ് പാട്ട് രണ്ടുപേർക്കും. അല്ല, ഇയാൾക്ക് അറിയില്ല, ഞാനങ്ങ് പാടിക്കും. ഇയാള് പാട്ടൊന്നും കേൾക്കാറൊന്നുമില്ല. മറ്റേ പൊളിറ്റിക്സും കേട്ടോണ്ടിരിക്കുന്നതാണ് യൂട്യൂബിൽ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു റൂട്ട് ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റൂട്ട് ഇവിടുന്ന് പള്ളുരുത്തിക്കൊണ്ട് റൂട്ടാ. സ്ഥിരമായിട്ട് പോകുന്ന റൂട്ട് അതാ. അല്ല, അതുകൊണ്ടല്ല, വൈകാരികം. അത് വീട്ടിലേക്കുള്ള യാത്ര എന്നുള്ള സാധനം അത് മനസ്സിലാക്കണം നിങ്ങൾ. ഇങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ. ഓക്കെ, ഞങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇഷ്ടം കോട്ടയം ആ റൂട്ടൊക്കെ പാല. ഞങ്ങളുടെ റോഡുകളാണ്.
ഓക്കെ, താങ്കൾക്ക് ഏതാണ് റൂട്ട് ഇഷ്ടം? എനിക്ക് താങ്കൾക്ക് പല റൂട്ട് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു വീട്ടിലേക്കുള്ള റൂട്ട്. എപ്പോഴും നമ്മൾ കാണുന്നില്ല, ചുറ്റും വലിയ മരങ്ങളൊക്കെ ഉള്ള റോഡുകളില്ലേ. വളഞ്ഞു വളഞ്ഞു അതിപ്പോ അതെ നമുക്ക് തൊടുപുഴ മൂലമറ്റം റോഡുണ്ട്, അത് ആറിന്റെ സൈഡിൽ കൂടെ തൊടുപുഴ നല്ല രസമാണ്. അല്ലേ അവൻ ആ ഭാഗത്തൊക്കെ ഇടുക്കി കുട്ടിക്കാനൊന്നും ഇങ്ങനെ വന്നിട്ട് പാലയിലേക്ക് പോകുന്ന വഴിയില്ല, ആ ഷോർട്ട് കട്ടൊക്കെ നല്ല ഭംഗിയുള്ള റോഡുകളാണ്. ഒരു റൈഡിന് കൂടെ കൂട്ടാൻ പറ്റിയ ഒരു സിനിമ കഥാപാത്രം ഏത്? എനിക്ക് പറ്റിയതാ ഇഷ്ടം. ആര്? എങ്ങോട്ടാ? കൊപ്രാക്കുളത്തിലേക്കാണോ? ശ്രീനിവാസനുമായിട്ട് നല്ല പരിചയമുണ്ടല്ലോ. ഞാനാണെങ്കില് അത് ആ ശബ്ദമാണോ? ശോഭനെ കൊണ്ടുപോകും. അവർ രണ്ടുപേർക്ക് അറിയാൻ പറ്റില്ല സമയം പോണ, രണ്ടുപേർക്ക് സുഖമില്ലല്ലോ. അല്ല അവര് ആ ടൈം പാസ് ആയിക്കോളും, പക്ഷെ എവിടെ നിർത്തുന്ന അറിയാമല്ലോ വണ്ടി. നൈസ്. പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ പോയ ഒരു റൈഡ് ദാറ്റ് സ്റ്റിൽ റിമെയിൻസ് ഇൻ മെമ്മറി. ഞാൻ ഡിസ്നിലാൻഡിലൊക്കെ പോയ. എവിടെ എന്തായാലും ഇവര് നമുക്കൊരു പാട്ട് പാടിയാലോ? തള്ളു 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 തള്ളു. ഇയാളെ ഡിസ്നിലാൻഡ് എന്തൊരു പുസ്തകം ഇല്ലായിരുന്നു ചെറുപ്പത്തില്, ആനിമേഷൻ ഒക്കെ ഉള്ള. പള്ളുരുത്തി വാട്ടർലാൻഡിന്റെ അവിടെ പോയതാ. ആ ട്രിപ്പ് ആ കമ്പനിക്കകത്ത് കയറി സാധനമൊക്കെ കണ്ടതിന്റെ ട്രിപ്പാണ് ഫസ്റ്റ്. 2-3 വയസ്സുള്ളപ്പം വീടിന് ഒരു 18 കിലോമീറ്റർ ഉണ്ട് പാലാക്കി ടൗണിലേക്ക്. അന്ന് അച്ഛന്റെ കൂടെ ഞാൻ പാലാക്കി പോയി. സത്യം പറയാം, ഒരു മിനിറ്റ്, ഞാൻ സത്യം പറഞ്ഞല്ലേ ഒരു കർണന്റെ കഥ പറയും. 2-3 വയസ്സുള്ളപ്പോ ഇവന് ഒഴുകി വന്നിട്ട് ആ കഥയാണെന്ന് വെറുതെ സത്യം ഞാൻ ഇവനെ ഇനി ഉപയോഗിച്ച് ലാസ്റ്റ് വരെ എടുത്ത് പണ്ട് ലാസ്റ്റ് ഇതുകൊണ്ട് കണക്ട് ചെയ്തിട്ട് മഹാഭാരതമായിട്ട് കണക്ട് ചെയ്ത് ഇവൻ കർണൻ. പിന്നെ 2 വയസ്സുള്ളപ്പോ വെള്ളത്തിൽ തള്ളിയിടാനായിട്ട് ഞാനാരാ? അല്ല ആ കഥ വിചാരിച്ചു. ഇവർ രണ്ടുപേരും ഈ സിനിമയെ പ്രേമിക്കുന്ന ആൾക്കാരുണ്ട്. കഥ കുറെ വരുന്നത്, പ്രത്യേകിച്ച് റൈഡ് എന്ന് പറയുന്ന മൂവിയിലെ കഥ കൊണ്ട് ഒരു ആറാട്ടാണ്. അല്ലല്ല പറയട്ടെ, എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ് ഇത്. ആരും അങ്ങനെ ആരുടെ അടുത്ത് എവിടുന്ന് പറഞ്ഞിട്ടില്ല. എക്സ്ക്ലൂസീവ്. എന്റെ അച്ഛൻ കേൾക്കൂലായിരിക്കും. ചെറുപ്പത്തില് 2-3 വയസ്സുള്ളപ്പോ എങ്ങാണ്ട് അച്ഛന്റെ കൂടെ പാലായിക്ക് പോയി. അപ്പൊ അച്ഛൻ പാലായി ചെന്ന് എവിടെ ബാറിൽ കയറി അടിച്ച് ഫിറ്റായിട്ട്, ഞാൻ അച്ഛനാണോ മുത്തച്ഛനാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. മുത്തച്ഛനെ പിടിക്കാറ്, മുത്തച്ഛൻ മരിച്ചു. വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് വെച്ചാൽ ആ ഒരു ഇമേജ് എന്റെ മൈൻഡിലുണ്ട്. പഴയ ബസ് സ്റ്റാൻഡും അച്ഛൻ അടിച്ച് ഓഫായി കിടക്കുന്നു, ഞാൻ ഭയങ്കരമായിട്ട് കരയുന്നു. എന്നിട്ട് എങ്ങനെയൊക്കെയോ ആരൊക്കെയോ വന്ന് എന്നെ കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. അതാണോ അത് ആദ്യമായിട്ട് അങ്ങനെ സിറ്റി കാണാൻ വന്നത്? ആദ്യമായിട്ടായിരിക്കും സിറ്റി കണ്ടിട്ടുണ്ടാവുക. അത് മാത്രമേ മെമ്മറിയിലുള്ളൂ. അതായിരിക്കും ഇപ്പൊ റൈഡ് പോകാൻ മടി. ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കാനൊക്കെ ഇപ്പോഴും ബസ് സ്റ്റാൻഡിലേക്ക് കിടക്കുവൻ. അല്ല ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവനെന്താ ഇങ്ങനെ അടിച്ചിട്ട്. അല്ല ഇപ്പോഴേക്ക് സോറി മിസ്റ്റർ പ്രശാന്ത്, എനിക്ക് ഇത്ര ഫീലുള്ള ആരും എനിക്ക് അറിയില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും നീ വല്ല ലഹരിയുടെ അടിമയായിട്ട് കിടക്കുമെന്ന് വിചാരിക്കും. ഇവന് വെറുതെ പ്രൊഡക്ഷൻ റൂം എടുത്ത് കൊടുക്കണേ. ഇവന് ഒരു സ്റ്റാൻഡ് അത്ര കാശാന്ന് പ്രൊഡക്ഷൻ്റെ കളന്നെ റൂം എടുത്ത് കൊടുത്തിട്ട്. അതെ അതെ, ഇത് ഈ ഇന്റർവ്യൂ കേൾക്കുന്നതോടുകൂടെ അവര് നന്നാവും. അതെ അതെ, കൊടൈക്കനാല് ബസ് സ്റ്റാൻഡായി വരുന്നത്. കാശും സമയവും നമുക്കൊരു വിഷയമല്ല എങ്കിൽ നമുക്ക് പോവാൻ താല്പര്യമുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടല്ലോ, നിങ്ങൾക്ക് റൈഡ് ചെയ്ത് പോകാൻ താല്പര്യമുള്ള ഡെസ്റ്റിനേഷൻ, റൈഡ് ചെയ്തോ അല്ലാതെയോ? ഇപ്പൊ ഒരു ഫ്രണ്ട് ഇപ്പൊ അന്റാർട്ടിക്ക പോയിട്ടുണ്ട്. ഇപ്പൊ ഈ ആഴ്ച പോയിട്ടുണ്ട്. അതെ അല്ല അത് അങ്ങനത്തെ യാത്ര ചെയ്യണമെന്നൊക്കെ യാത്ര 10 രൂപ ബസ് ടിക്കറ്റ് പോകാൻ പറ്റുന്ന അല്ല, കാശ് പ്രശ്നമല്ല. അങ്ങനെ യാത്ര ചെയ്യണമെന്നൊക്കെ പറയുന്നത് അല്ല, അതിന് കുഴപ്പമില്ല, പോവാല്ലോ. കാശും സമയം പ്രശ്നമല്ലോ. പത്രത്തിലെങ്ങാണ്ട് വായിച്ചത് അന്റാർട്ടിക്ക പോകാൻ ഭയങ്കര പാടാന്ന്. ഇപ്പൊ എത്ര പേര് പോയിട്ടുണ്ട് അന്റാർട്ടിക്കയില്? തണുപ്പെന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞ പോയാ അതുകൊണ്ടാ. പ്രശാന്തിനോട് ചോദിക്കട്ടെ, പ്രശാന്തിന് പോകാനുള്ള സ്ഥലം അവൻ റബ്ബർ വെട്ടം പറമ്പിലേക്ക് പോകും, തിരിച്ചു വരും കൃത്യമായിട്ട്. പക്ഷെ 5:30 പോവും, രാവിലെ 4:45 എഴുന്നേറ്റ് പോകും, തിരിച്ചു വരും, കട്ടൻ കാപ്പിയും കുടിച്ചിരിക്കും, പിന്നെയും പോകും. അന്റാർട്ടിക്ക പോകില്ല, സോറി. എന്നാലും ഒരു ഡ്രീം പറ. ഡ്രീം അത് തന്നെ. പേടിച്ചിട്ടല്ലേ തായ്ലൻഡ്? ഇയാൾ ആദ്യം തായ്ലൻഡിലായിരിക്കും. തായ്ലൻഡിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതെ, അത് ഡ്രീം അല്ല, അത് കഴിഞ്ഞു, ചെയ്തു. ഡ്രീം അതുക്കും മേലെ. പക്ഷെ അത് പോയിട്ടില്ല. ദാറ്റ്സ് വൈ പുള്ളിയുടെ ഡ്രീം ഇസ് തായ്ലൻഡ്. അത് നിങ്ങൾ ഉദ്ദേശിച്ച സാധനമല്ല. നമ്മൾ കൾച്ചറലി ഭയങ്കര നമ്മുടെ ഒരു കൾച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും പഴയ സംഭവങ്ങൾ അവിടെ ഉണ്ട്. കൺസ്ട്രക്ഷൻസ് തായ്ലൻഡില്, അവിടുത്തെ നേച്ചർ. തഞ്ചാവൂർ ഉണ്ടോ? തഞ്ചാവൂർ അവിടെ ഒന്നുമില്ല. അവിടെ ഒരു ഇതുണ്ട്, സിമെന്റ് കടയുണ്ട്.
അവിടുന്ന് നിങ്ങൾ വീട് കണ്ടില്ലേ? പണിയാൻ പോണോ അവിടുന്ന് തഞ്ചാവൂർ. തഞ്ചാവൂർ പോത്തവനാണ് തായ്ലൻഡിലെ നമ്മുടെ രണ്ടിലും തായുണ്ടല്ലോ. അതെ, രണ്ടിലും താഴെയുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യും, നിങ്ങളിപ്പം ഇവരല്ല അവിടെ building കണ്ടില്ല. രണ്ടുപേരും കൂടെ ഒന്ന് തായ്ലാൻഡിൽ പോകും. അതെ, ഞാനെങ്കിലും ഇയാളോട് കൊടുത്തായില്ലേ. ഇവന് ഇന്ത്യ കൾച്ചർ പഠിക്കാൻ വേണ്ടി മറ്റേ തായ്ലൻഡില് ആദ്യമായിട്ടാണ് കൾച്ചർ പഠിക്കാൻ വേണ്ടി തായ്ലൻഡിൽ കേൾക്കുന്നത്. പക്ഷേ അല്ല ഇവന്റെ കൾച്ചർ മനസ്സിലാക്കി ഇപ്പൊ മനസ്സിലാക്കി. അത് ഞങ്ങൾക്ക് നീ കൾച്ചർ പഠിക്കുമ്പോ നിന്റെ കൾച്ചർ ഞങ്ങൾക്ക് മനസ്സിലായി. അതാ ഇവിടെ സംഭവിച്ചേക്കുന്ന ഇന്റർവ്യൂ ഉണ്ട് റേഡിയോ മാങ്കയില്, ഇവന്റെ ഇന്റർവ്യൂ ഉണ്ട്. ഇവനെ പറ്റി ഏകദേശം ധാരണ പ്രേക്ഷകർക്ക്. പ്രശാന്തിന് ഉദ്ദേശിച്ചത് ആരും മനസ്സിലാക്കിയില്ല. അല്ല, ഇതുപോലെയുള്ള സ്ഥലങ്ങളുടെ ഹെറിറ്റേജ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഇഷ്ടമാണ്. അത് നമ്മുടെ കൾച്ചർ എത്രയുണ്ട്. ശരിയാ. കുറച്ചുകൂടി തായ്ലൻഡ് ഉയർന്ന മാത്രമല്ല, ചിന്താഗതിയുള്ളവർക്ക് അത് മനസ്സിലാക്കണം. തായ്ലൻഡിലെ ക്ലൈമറ്റ് അടിപൊളിയാണ്. അല്ല പിന്നെ ആഫ്രിക്കയ്ക്ക് പോയില്ലേ, അവിടെയല്ലേ ഏറ്റവും കൂടുതൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കൾച്ചർ. ഇവനെ കൊണ്ട് തോറ്റില്ല. ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കാം? പ്രശാന്ത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒറ്റ കാര്യമുള്ളൂ, ഇപ്പോഴും സുധിക്കോപ്പയ്ക്ക് യാതൊരു വിവരമില്ല. എനിക്ക് മനസ്സിലായി മണിച്ചിത്താറിലെ ശോഭനായിട്ട് ഇപ്പോഴും റൈഡില്ല. ഇവനിപ്പോഴും യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും എന്റെ പ്രശാന്ത്. നിങ്ങൾ പറഞ്ഞ കഥാപാത്രത്തിന്റെ കണക്ഷൻ ഞാൻ പറയാത്തത് എന്റെ മാന്യത.